അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ത്രികോണ ഭാഗം അഥവാ ട്രയാങ്കിൾ ഡിവിഷൻ. നമുക്കറിയാം ത്രികോണത്തിന് 3 സൈഡുകളുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിന് സമാന്തരമായിക്കൊണ്ട് ഒരു വര വരച്ചു എന്ന് കരുതുക. ഇപ്പോൾ ഈ അടിയിലുള്ള ഈ വശത്തിന് സമാന്തരമായിക്കൊണ്ട് ഞാൻ ഇവിടെ ഒരു വര വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഈ വര ഈ വശത്തിന് സമാന്തരമാണ്. ഞാൻ ഈ വരച്ച വര ഈ 2 വശങ്ങളെയും ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് കാണാം, ഈ വശത്തെ ഇവിടെ കട്ട് ചെയ്യുന്നു, ഈ വശത്തെ ഇവിടെയും കട്ട് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഈ 2 ഭാഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നാം നോക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അതായത് നാം ആദ്യം ഒരു ത്രികോണം വരച്ചു. ആ ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തിന്, ഇപ്പൊ ഞാൻ വരച്ചത് ഈ വശത്തിന് സമാന്തരമായിക്കൊണ്ടാണ് ഈ രേഖ വരച്ചത് അല്ലെ, ഈ വര വരച്ചത്. ഇനി നമുക്ക് അല്ലെങ്കിൽ ഇതിന് സമാന്തരമായിക്കൊണ്ട് വരച്ചോളൂ. ഏതെങ്കിലും ഒരു വശത്തിന് സമാന്തരമായിക്കൊണ്ട് ഒരു വര വരച്ചു. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ മറ്റു 2 വശങ്ങളെ അത് 2 കഷ്ണങ്ങളാക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ കഷ്ണങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നാം നോക്കാൻ പോകുന്നത്. ഒറ്റ നോട്ടത്തിൽ ഒരു ബന്ധവും കാണാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മൂലയുണ്ടല്ലോ, മുകളിലെ മൂല, അതായത് മറ്റു 2 വശങ്ങൾ കൂടിച്ചേരുന്ന ഈ മൂല, ഈ മൂലയിൽ കൂടെ ഈ 2 വരകൾക്കും സമാന്തരമായിക്കൊണ്ട് ഞാൻ മറ്റൊരു വര വരയ്ക്കാന്ന് വിചാരിക്കുക. ഇങ്ങനൊരു വര വരച്ചു. ഇത് 2 സമാന്തരമാണ്. അതിന് സമാന്തരമായിക്കൊണ്ട് മറ്റൊരു വരയും കൂടി ഞാൻ വരച്ചു അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര വന്നു? 3 സമാന്തര രേഖകൾ, 3 സമാന്തര വരകൾ വന്നൂടെ. അപ്പൊ നമുക്കറിയാം, സമാന്തര വരകൾ ഏതു വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലെ? അപ്പോ 1, 2, 3 സമാന്തര വരകൾ ഏതു വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്. അതായത് ഈ 3 സമാന്തര വരകളും നിങ്ങൾക്ക് ഇങ്ങനെ വര പോകുന്നില്ലേ? അപ്പൊ അതിനെ കട്ട് ചെയ്യുന്നുണ്ട്, 2 പീസായി കട്ട് ചെയ്തു. ഇങ്ങനെ ഒരു വര പോകുന്നുണ്ട്, അതിനെയും 2 പീസായി കട്ട് ചെയ്തു. ആ പീസുകൾ എന്തായിരിക്കും? ഒരേ അംശബന്ധത്തിലായിരിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തിന് സമാന്തരമായി ഒരു വര വരച്ചാൽ ആ വരച്ച വര മറ്റു 2 വശങ്ങളെയും ഒരേ ഭാഗങ്ങളായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരേ അംശബന്ധത്തിലായിരിക്കും മുറിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനിയിപ്പോ നമുക്ക് ഇതൊരു ട്രയാങ്കിള്, ഈ സൈഡിന് സമാന്തരമായിക്കൊണ്ട് വര വരച്ചു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വശത്തെ 2ആയി കട്ട് ചെയ്യുന്നു, ഈ വശത്തെയും 2ആയി കട്ട് ചെയ്യുന്നു അല്ലെ? അപ്പൊ അതെങ്ങനെയായിരിക്കും? ഒരേ അംശബന്ധത്തിലായിരിക്കും. ഇതിനെ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും ഇതിനെയും കട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു 2 വശങ്ങളെയും ഒരേ അംശബന്ധത്തിൽ മുറിക്കും എന്ന് പറഞ്ഞു അല്ലെ? അതിന് നമ്മൾ തിരിച്ചു പറഞ്ഞത് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും 2 വശത്തെ ഒരേ അംശബന്ധത്തിൽ ഒരു വര മുറിക്കുന്നുണ്ടെങ്കിൽ ആ വര 3ാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും. അപ്പൊ നമുക്ക് സാധാരണ അത് വെച്ചുകൊണ്ട് ചെറിയ ചോദ്യം പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇങ്ങോട്ട് നോക്കാം. ഇപ്പൊ ഒരു ത്രികോണം നമുക്ക് തന്നു. ത്രികോണം ഇതിങ്ങനെ നമുക്കിപ്പോൾ ഇതിപ്പോ 6 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അതായത് ഈ വശത്തിന്റെ മൊത്തം നീളം നമുക്ക് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ വശത്തിന്റെ മൊത്തം നീളം നമുക്ക് തന്നിട്ടുണ്ട് 4.5 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഈ ചെറിയ പീസിന്റെ നീളം തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ മറ്റു ഈ ചെറിയ പീസുകളുടെ 3ന്റെയും അളവ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും? വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരം എഴുതാൻ പറ്റും അല്ലേ? കാരണം നോക്കിയേ, ഇവിടെ നമുക്ക് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഈ പീസിന്റെ 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എത്രയായിരിക്കും? 6ൽ നിന്ന് 2 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് ഈ വശത്തിന്റെ നീളം കിട്ടി 4 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഈ 2 വശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പറഞ്ഞെന്താണ് നിർത്തിയത്? ഏതെങ്കിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു 2 വശങ്ങളെയും ഒരേ അംശബന്ധത്തിലായിരിക്കും കട്ട് ചെയ്യുക അല്ലെ? അപ്പൊ ഇവിടെ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്? ഇവിടെ 4, ഇവിടെ 2 അല്ലെ? അതായത് 4 ഇവിടെ 2, 4:2. 4:2 എന്ന് പറഞ്ഞാൽ 2:1. അപ്പൊ 2:1 എന്ന അംശബന്ധത്തിലാണ് ഈ വരയെ കട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെയും എങ്ങനെ കട്ട് ചെയ്യണം?
2:1 അംശബന്ധത്തിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 4.5 സെന്റിമീറ്ററിനെ 2:1 എന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യണം. കൂടെ 4.5 സെന്റിമീറ്ററിനെ 2:1 എന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പൊ എങ്ങനെ കട്ട് ചെയ്യും? 4.5 ഇൻറ്റു 2:1 അല്ലെ. അപ്പൊ ആകെ 3 ഭാഗം, 2ഉം 1 3 ഭാഗം, 3 ഭാഗത്തിൽ 2 ഭാഗം അല്ലെ. അപ്പൊ 3 ഭാഗത്തിൽ 2 ഭാഗം ഇവിടെ വരണം, 3 ഭാഗത്തിൽ 1 ഭാഗം ഇവിടെ വരണം അല്ലെ. അപ്പൊ 4.5നെ 3 ഭാഗങ്ങളാക്കണം. മൊത്തം 2ഉം 1 3, അതിൽ 2 ഭാഗം ആണ് ഇവിടെ വരാം. അപ്പൊ 4.5 ഇൻറ്റു 2/3, അതായത് 9/3. 9/3 എത്രയാണ്? 3. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അളവ് കിട്ടി 3 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇവിടുത്തെ അളവ് എളുപ്പത്തിൽ കിട്ടുമല്ലോ. 4.5ൽ നിന്ന് 3 കുറച്ചാൽ മതി അല്ലേ. 4.5 മൈനസ് 3 1.5. അപ്പോൾ നമുക്ക് ഇനി ഈ രൂപത്തിലല്ലാതെ തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ത്രികോണം തന്നെ നമുക്കൊന്നും കൂടി വരയ്ക്കാം. അപ്പോൾ ഇതാണ് നാം വരച്ച ത്രികോണം. ഇതിനെ ഇങ്ങനെ മുറിച്ചു. അതിൽ ഈ സൈഡിന്റെ നീളം നമുക്ക് A സെന്റിമീറ്റർ ആണ് വിചാരിക്കുക. ഇനി ഈ സൈഡിന്റെ നീളം B സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ മുറിച്ചല്ലേ, 2 കഷ്ണങ്ങളാക്കി മുറിച്ചു അല്ലേ. അപ്പൊ അതിന് നമുക്ക് ഈ ചെറിയ പീസിന് P ആണെന്ന് വിചാരിക്കുക. P സെന്റിമീറ്റർ നീളമാണ്. ചെറിയ ഈ പീസിന്റെ നീളം Q സെന്റിമീറ്റർ നീളം. ഈ ചെറിയതിന്റെ R എന്ന് വിചാരിക്കുക, ഇതിന് S ആണെന്ന് വിചാരിക്കുക. P/Q = R/S ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ചെറിയ മാറ്റം വരുത്തുന്നു. P/ ഈ ചെറിയ കഷ്ണം ബൈ ഇതിന്റെ മൊത്തം നീളം P/A = എന്തായിരിക്കും? P/A എന്തായിരിക്കും? R/B. R/B ആയിരിക്കും. അല്ലെങ്കിൽ ഇനി ഈ വശം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? Q എടുക്കുകയാണെങ്കിൽ Q/A അല്ലേ. Q/A = S/B ആയിരിക്കും അല്ലേ. S/B ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പിയുടെ വില അറിയാം, എയുടെ വില അറിയാം, അതുപോലെ തന്നെ ബിയുടെ വിലയും അറിയാം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആരിൻ്റെ വില കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇനി നമുക്കതിൽ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 50 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിലേക്കൊന്ന് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് ഒരു ത്രികോണത്തിന്റെ പടം തന്നിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വര ഈ വശത്തിന് സമാന്തരമാണ് എന്ന് ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട്. ഈ സൈഡിന്റെ അളവ് 6 സെന്റിമീറ്റർ, ഇത് ഈ കഷ്ണത്തിന്റെ അളവ് 3 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ 2 സൈഡുകളുടെയും നീളം എത്രയായിരിക്കും എന്നാണ് നാം കാണേണ്ടത്. അതിൽ നമുക്ക് മൊത്തം നീളം തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഈ കഷ്ണം എത്രയായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര അല്ലെ. അപ്പൊ ഈ വര എന്ന് പറയുന്നത് ഈ വശത്തിന് സമാന്തരമായി വരച്ചതാണ് ഈ വര. അതെന്ത് ചെയ്യും? മറ്റു 2 വശങ്ങളെയും ഒരേ അംശബന്ധത്തിലായിരിക്കും കട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേ അംശബന്ധത്തിലായിരിക്കും ഇവിടെയും കട്ട് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ 3 5, അതായത് 3:5 എന്ന അംശബന്ധത്തിലാണ് ഈ സൈഡിനെ കട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ വശത്തെയും 3:5 എന്ന അംശബന്ധത്തിൽ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പേര് കൊടുത്തു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ABCDE. അപ്പോൾ ഇവിടെ AB എന്ന വശത്തെ 3ഉം 5ഉം അല്ല 3:5 എന്ന അംശബന്ധത്തിലാണ് കട്ട് ചെയ്തത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 6 സെന്റിമീറ്ററിനെയും 3:5 എന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ADയുടെ നീളം എത്രയായിരിക്കും? AD = മൊത്തം 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്ററിനെ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എങ്ങനെ കട്ട് ചെയ്യണം? 3:5 എന്ന അംശബന്ധത്തിൽ 6നെ കട്ട് ചെയ്യണം അല്ലേ. അതായത് 3:5 മൊത്തം എത്ര ഉണ്ട്? 8 അല്ലേ. അപ്പം മൊത്തം 8 ഭാഗം അതിൽ എത്ര ഭാഗം വേണം? ഇവിടെ 3 ഭാഗം വേണം അല്ലേ. അപ്പം 3. അപ്പം 8ൽ 3 ഭാഗം
അപ്പോൾ 6ന്റെ 8ൽ 3 ഭാഗം മനസ്സിലായല്ലോ. അപ്പോൾ AD ഈക്വൽ ടു 6 ഇൻറ്റു 3/8 ഈക്വൽ ടു 6 ഇൻറ്റു 3 18/8 അല്ലേ. 18/8 എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 9/4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 18/8 തന്നെ ഡിവൈഡ് ചെയ്തിടാം, അല്ലെങ്കിൽ 9/4 ഡിവൈഡ് ചെയ്തിടാം. അപ്പോൾ 9/4 ഒന്ന് ഹരിച്ചു നോക്കിയേ. 9 ഹരിക്കണം 4 അല്ലേ. എത്ര പ്രാവശ്യം പോകുമ്പോൾ 2 പ്രാവശ്യം. 2 ഇൻറ്റു 4 8, ബാക്കി 1. ഇനി നമ്മൾ 0.2 ഒരു 0 ചേർത്തു. ഇനി 10 എത്ര പ്രാവശ്യം പോകും? 4, 2 പ്രാവശ്യം അല്ലേ. 2 ഇൻറ്റു 4 8, ബാക്കി 2. 2ൽ പോവില്ല, അപ്പോൾ വീണ്ടും ഒരു 0 ചേർത്തു. ഇനി 20 എത്ര പ്രാവശ്യം പോകും? 4, 5 പ്രാവശ്യം അല്ലേ. 5 ഇൻറ്റു 4 20. അപ്പോൾ നമുക്കിവിടെ ADയുടെ നീളം എത്ര കിട്ടി? 2.25. അപ്പോൾ ADയുടെ നീളം നമുക്ക് 2.5 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ നീളം നമുക്ക് ഇതേ രൂപത്തിൽ കാണണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് മൊത്തം 6ആണ്. അപ്പോൾ 6ൽ നിന്ന് ഏത് കുറച്ചാൽ മതി? ഈ 2.5 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ അതങ്ങനെ ഇതാ കണ്ടാൽ മതി. അപ്പോൾ DC അടുത്ത കഷ്ണം DC ആണ്. DC ഈക്വൽ ടു മൊത്തം 6 സെൻറ്റിമീറ്റർ, അതിൽ നിന്ന് 2.25 അങ്ങോട്ട് കുറച്ചിട്ടാൽ മതി. 3.75. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമുക്കൊരു പാരലോഗ്രാം, അതായത് ഒരു സമാന്തരികം തന്നിട്ടുണ്ട്. ഈ സമാന്തരികത്തിലെ ABCD എന്ന് പറയുന്ന സമാന്തരികത്തിലെ ABയിലെ P എന്ന ഒരു പോയിന്റ്, ആ Pയിൽ നിന്ന് ഈ BCക്ക് പാരലായിക്കൊണ്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചിരിക്കുന്നു. ഈ ADയിൽ R എന്ന പോയിന്റിൽ നിന്ന് ഈ DCക്ക് പാരലായിക്കൊണ്ട് ഈ ഒരു ലൈൻ അല്ലേ. അപ്പോൾ അതായത് BCക്ക് പാരലായിട്ട് PQ എന്ന വര, DCക്ക് പാരലായിട്ട് RQ എന്ന വര, ഇവരിവിടെ കൂട്ടിമുട്ടുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? AP/PB ഈക്വൽ ടു AR/RD എന്ന് പ്രൂവ് ചെയ്യണം. അതായത് AP, ഈ വശം ശ്രദ്ധിക്കുക, AP/PB ഈക്വൽ ടു AR. AR എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ അല്ലേ. AR/RD എന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പോൾ സാധാരണ പലർക്കും ഈ തെളിയിക്കുക അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ തലവേദന തുടങ്ങും അല്ലേ. എങ്ങനെ പ്രൂവ് ചെയ്യില്ല, ഭയങ്കര തലവേദന. അപ്പം തന്നെ ഈ ചോദ്യം കാണുമ്പോൾ തന്നെ അങ്ങനെ വിട്ടുകളയും. ശരിക്കും ഒരിക്കലും അങ്ങനെ വിടേണ്ട ചോദ്യങ്ങളല്ല. വളരെ ഈസി ആയിക്കൊണ്ട് നാം കാര്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ സ്റ്റെപ്പുകളിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മളോട് എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഈ ഫിഗർ തന്നിട്ടുണ്ട് AP/PB അല്ലേ, അത് AR/RD ആണെന്ന് നമുക്ക് തെളിയിക്കണം. നമ്മളിപ്പോൾ ഏത് പാഠാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സമാന്തര വരകൾ. അതുകൊണ്ട് തന്നെ സമാന്തര വരകളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണിത്. നാം ഇപ്പോൾ പഠിച്ചു ത്രികോണ ഭാഗം, ട്രയാങ്കിൾ ഡിവിഷനെ കുറിച്ച് പഠിച്ചു അല്ലേ. നാം എന്താണ് പഠിച്ചത്? ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിലായിരിക്കും മുറിക്കുക അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നോക്കിയേ. ABC എന്ന് പറയുന്ന ഒരു ത്രികോണം, ആ ത്രികോണത്തിൽ ഈ BCക്ക്, അതായത് അതിന്റെ ABC എന്ന ത്രികോണത്തിന്റെ ഒരു വശത്തിന്, അതായത് BCക്ക് സമാന്തരമായി കൊണ്ട് PQ എന്ന വരയുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ മറ്റു 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിലായിരിക്കും മുറിക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? AP/PB അല്ലേ. AP/PB ഈക്വൽ ടു AQ/QC എന്ന് പറയാം. വളരെ ഈസി ആയിട്ട് പറയാം അല്ലേ. പക്ഷേ നമുക്ക് തെളിയിക്കേണ്ടത് AP/PB ഈക്വൽ ടു AQ/QC എന്നാണോ? അല്ല. എന്തെന്നാ തെളിയിക്കേണ്ടത്? AP/PB ഈക്വൽ ടു AQ/QC അല്ല, മറിച്ച് AR/RD. AR/RD എവിടെ കിടക്കുന്നത്? ഈ ത്രികോണവുമായി ഒരു ബന്ധമില്ലാത്ത സ്ഥലത്താണ് AR/RD കിടക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ അവിടേക്ക് എത്തണം. അപ്പൊ അതിനെന്താണ് മാർഗം? നമുക്ക് AP/PB ഈക്വൽ ടു AQ/QC എന്ന് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. അപ്പൊ നമ്മളൊന്നും കൂടി അങ്ങോട്ട് ചിന്തിക്കുക. അപ്പൊ ഇവിടെ നോക്കിയ ഒരു ത്രികോണം കിടക്കുന്നത് ACD എന്ന് പറയുന്ന ത്രികോണം അല്ലേ. അപ്പൊ ACD എന്ന് പറയുന്ന ത്രികോണത്തിന്റെ DC എന്ന് പറയുന്ന വശത്തിന് പാരലലാണ് RQ എന്ന വശം അല്ലെ. അപ്പൊ ഈ വശത്തിന് സമാന്തരമാണ് RQ. അങ്ങനെയാണെങ്കിൽ മറ്റു 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ മുറിക്കും. AR/RD എന്ന് പറയുന്നതും
AQ/QC എന്ന് പറയുന്നതും ഈക്വൽ ആണ്. മനസ്സിലായോ? അതായത് ചുരുക്കത്തിൽ നമ്മൾ ഈ ത്രികോണം എടുക്കുമ്പോൾ ഏത് വരുന്നുണ്ട്? ഈ സൈഡും വരുന്നുണ്ട് അല്ലേ? AQയും QCയും വരുന്നുണ്ട്. നാം ഇനി മറിച്ച് ഇപ്പുറത്തെ ത്രികോണം എടുക്കുമ്പോഴും ഏത് വരുന്നുണ്ട്? ഈ രണ്ട് ലൈനുകൾ ഏതിനെ കട്ട് ചെയ്യുന്നുണ്ട്? AC, അതായത് AQ/QC എന്ന് പറയുന്നത് കട്ട് ചെയ്യുന്നുണ്ട്. AC എന്ന് പറയുന്ന ഈ ലൈനിനെ ഈ സമാന്തര വശങ്ങളും കട്ട് ചെയ്യുന്നുണ്ട്, ഈ സമാന്തര വശങ്ങളും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കോമൺ ആണ് അല്ലേ? അപ്പൊ അത് വെച്ചിട്ടാണ് നാം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്, നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നു, ഈ ത്രികോണം പരിഗണിക്കുന്നു. ഇത് ABC എന്ന് പറഞ്ഞ ഈ ത്രികോണം എടുക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ട്രയാങ്കിൾ ABC. ആദ്യം ഈ ട്രയാങ്കിൾ എടുക്കുന്നു. PQ പാരലൽ ടു BC. നമ്മുടെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ വശത്തിന്, ത്രികോണത്തിലെ ഒരു വശത്തിന് സമാന്തരമാണ് ഈ വശം. അങ്ങനെയാണെങ്കിൽ രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ മുറിക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? AP/PB ഈക്വൽ ടു AP/PB ഈക്വൽ ടു ഈ വശത്തിനെയും അതേ അംശബന്ധത്തിൽ തന്നെ മുറിക്കും അല്ലേ? AQ/QC. അപ്പൊ നമ്മുടെ ഒരു പാർട്ട് കഴിഞ്ഞു. ഓർമ്മയില്ലാത്തവർക്ക് അതിന്റെ റീസൺ എഴുതി വെക്കാം. ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം. അതായത് ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ സൈഡ് കട്ട് ദി അതർ ടു സൈഡ്സ് ഇൻ ദി സെയിം റേഷ്യോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പൊ ആ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിളാണ് എടുക്കാൻ പോകുന്നത്. ഏത് ട്രയാങ്കിൾ? ഈ മുകളിലെ വലിയ ട്രയാങ്കിൾ എടുക്കാൻ പോകുന്നു. അപ്പോൾ എഴുതാം, ഇൻ ട്രയാങ്കിൾ ACD. ACD ഏതൊക്കെ പാരല്? RQ ഏതിന് പാരലാണ്? QCക്ക് പാരലാണ്. RQ പാരലൽ ടു DC. RQ DCക്ക് പാരലാണ്. Therefore നമുക്ക് എന്ത് എഴുതാം? AQ/QC ഈക്വൽ ടു എന്ത് വരും? AR/RD. നാം ഇവിടുത്തെ എഴുതിയ അതേ റീസൺ തന്നെ ഇവിടെ എഴുതാം. ഓർമ്മയിലില്ലാത്തൊരു ആ റീസൺ എഴുതാം. ഒരു ത്രികോണത്തിലെ ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന ഒരു വര മറ്റു രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നമ്മൾ ആദ്യം പറഞ്ഞു AP/PB ഈക്വൽ ടു AQ/QC എന്ന് പറഞ്ഞു അല്ലേ? AP/PB ഈക്വൽ ടു AQ/QC എന്ന് പറഞ്ഞു. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ. അതിനുശേഷം നമ്മൾ പറയുന്നു AQ/QC ഈക്വൽ ടു AR/RD എന്ന് പറയുന്നു അല്ലേ? അത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഇവരെ തമ്മിലൊന്ന് നോക്കിയേ, കമ്പയർ ചെയ്ത് നോക്കിയേ. AP/PB AQ/QCക്ക് ഈക്വൽ ആണ്. ആ AQ/QC തന്നെയാണ് ഇവിടെ എടുക്കുന്നത് അല്ലേ? ആ AQ/QCക്ക് ആര് ഈക്വൽ ആണ്? AR/RD ഈക്വൽ ആണ്. അപ്പൊ AP/PB AQ/QCക്ക് ഈക്വൽ, AQ/QC AR/RDക്ക് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ AP/PB എന്തിന് ഈക്വൽ ആയിരിക്കും? AR/RDക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ മൂന്നാള്, ഇപ്പോ ABC എന്ന് പറയുന്ന മൂന്നാള് ഇയാളുടെ പ്രായത്തിന് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ഈ A എന്ന് പറയുന്ന ആളുടെ വയസ്സും B എന്ന് പറയുന്ന ആളുടെ വയസ്സും ഈക്വൽ ആണ്. B എന്ന ആളുടെ വയസ്സ് C എന്ന് പറയുന്ന ആളുടെ വയസ്സിനും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ A എന്ന ആളുടെ വയസ്സ് എത്രയായിരിക്കും? C എന്ന ആളുടെ വയസ്സിന് ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് മൂന്ന് പേരുടെയും വയസ്സ് ഒന്ന് തന്നെ ആയിരിക്കും അല്ലേ? അതേപോലെ തന്നെ ഇവിടെ AP/PB AQ/QCക്ക് ഈക്വൽ ആണ്. AQ/QC ഏതിന് ഈക്വൽ ആണ്? AR/RDക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ AP/PB എന്തിന് ഈക്വൽ ആയിരിക്കും? AR/RDക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഫ്രം ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1 and 2. അപ്പൊ ഇക്വേഷൻ 1ഉം 2ഉം പരിഗണിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാവും? AP/PB ഈക്വൽ ടു AR/RD. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. നമ്മൾ നോക്കിയേ, ഈ ട്രയാങ്കിൾ ഡിവിഷനാണ്. അപ്പോൾ ഒരു ത്രികോണം, ഈ ത്രികോണത്തിനെ ഒരു വശത്തിന് സമാന്തരമായിട്ട് കൊണ്ട് വരച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനെ ഈക്വലായി ഒരേ അംശബന്ധത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. അതാണ് നമ്മൾ ആദ്യം എഴുതിയത്. AP/PB = AQ/QC എന്ന് എഴുതി. അടുത്ത് നമ്മൾ ഈ ത്രികോണം എടുത്തു. അപ്പോൾ AQ/QC എന്തിന് ഈക്വൽ ആയിരിക്കും? AR/RDക്ക് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ രണ്ടാമത് എഴുതിയത്. അല്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? AP/PB AQ/QCക്ക് ഈക്വൽ, AP/QC AR/RDക്ക് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ AP/PB = AR/RD. ഇനി നമുക്ക് അതിലൊന്നുകൂടിയുണ്ട്. AP/AB = AR/AD എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതും ഇതേ രൂപത്തിലാണ് നമുക്ക് നോക്കാം. നാം മുമ്പ് ചെയ്തെന്താണ്? AP/PB അല്ലേ? അതായത് ത്രികോണമൊക്കെ സെയിം തന്നെ, ഈ വശത്തിന് പാരലായിക്കൊണ്ട് PQ. അങ്ങനെയാണെങ്കിൽ മറ്റു രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിലായിരിക്കും മുറിക്കുക. അതുകൊണ്ട് നമ്മൾ AP/PB AQ/QCക്ക് ഈക്വൽ എന്ന് എഴുതി. അപ്പോൾ AP/PB AQ/QCക്ക് ഈക്വൽ ആണെങ്കിൽ AP/AB, ശ്രദ്ധിക്കുക, AB എന്തിന് ഈക്വൽ ആയിരിക്കും? AQ/ACക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ? അത് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ചോദ്യത്തിൽ ആവശ്യം ഏതാണ്? AP/AB ആണ്. AP/AB ആണ് ആവശ്യം. അത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? AP/AB = AQ/AC എന്ന് എഴുതാം. ഒന്ന് മാറ്റി പിടിച്ചെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ അതേപോലെ തന്നെ എഴുതാം. ഇൻ ട്രയാങ്കിൾ ABC PQ പാരലൽ ടു BC. പിക്ക് BCക്ക് പാരലാണ്. അപ്പോൾ അതാദ്യം അത് എഴുതാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഇത് എഴുതിയതിന് ശേഷം എന്തെഴുതാം? ഈ അംശബന്ധം എങ്ങനെ എഴുതണം? നമ്മൾ എന്തെഴുതണം? AP/AB വലിയ വശം കണ്ടോ? അപ്പോൾ AP/AB = AQ/AC. AQ/AC എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ രണ്ടാം ചോദ്യത്തിലെ ആദ്യത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ത്രികോണം പരിഗണിക്കുക. ഇൻ ട്രയാങ്കിൾ ACD, ഈ വലിയ ത്രികോണം പരിഗണിച്ച് കഴിഞ്ഞാൽ ഇതും പാരലാണ് അല്ല? അതൊക്കെ അതേപോലെ തന്നെ എഴുതാം. അപ്പോൾ ഇത് അതേ രൂപത്തിൽ തന്നെ ഇവിടെ എഴുതാം. അതിനുശേഷം നമ്മൾ എന്ത് എഴുതേണ്ടി വരും? ഇതേ അംശബന്ധം തന്നെ, അതായത് AQ/AC കണ്ട? AQ/AC = അപ്പോൾ ഇത് എഴുതിയതിന് ശേഷം എഴുതാൻ പാടുള്ളൂ കേട്ടോ. എന്ത് വരും? AR/AD. AR/AD അത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെ. നാം ഇവിടെ പിടിക്കുന്നത് മാറ്റി പിടിച്ചു. AP/PBക്ക് പകരം എന്ത് എഴുതി? AP/AB എന്ന് എഴുതി. AQ/QCക്ക് പകരം എന്ത് എഴുതി? AQ/AC എന്ന് എഴുതി. ഇവിടെ AR/RDക്ക് പകരം എന്ത് എഴുതി? AR/AD എന്ന് എഴുതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ഇക്വേഷൻ നോക്കിയേ. AP/AB ഏതിന് തുല്യമാണ്? AQ/ACക്ക് തുല്യമാണ്. ഈ AQ/AC ഏതിന് തുല്യമാണ്? AR/RDക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ AP/AB ഏതിന് തുല്യമായിരിക്കും? AR/ADക്ക് തുല്യമായിരിക്കും. അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. AP/AB = AR/AD. അപ്പോൾ നമുക്ക് എഴുതാം ഫ്രം ഇക്വേഷൻ 1 and 2. ഇത് നമുക്ക് എന്ത് കിട്ടും? AP/AB = AR/AD. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇനി അതിൽ രണ്ട് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട് അല്ലേ? അത് നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ